ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെയോ ഇൻസ്റ്റാഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസിൻ്റെയും പാസ്വേഡുകൾ നിങ്ങൾ മറന്നുപോയെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ അത് നിങ്ങൾക്ക് മറ്റ് ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നും കൂടാതെ റിക്കവർ ചെയ്തെടുക്കാനുള്ള ഒരു കിടിലൻ ട്രിക്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. മറന്നുപോയ പാസ്വേഡ് കണ്ടെത്തുന്നതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് നിങ്ങൾക്ക് ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഗൂഗിളിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത്. റെക്കമെൻഡ് ഓൾ സർവീസ്, താഴെ നമുക്ക് ഫൈൻഡ് മൈ ഡ്രൈവ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ കാണാം. പ്രൊഫൈലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ സെക്യൂരിറ്റി ആയിട്ട് ചെയ്യേണ്ട ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനകത്ത് നിങ്ങൾക്കിവിടെ യുവർ അക്കൗണ്ട് ഈസ് പെർഫെക്റ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് എപ്പോഴും നിങ്ങൾക്ക് ഈ ഗ്രീനിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. എല്ലാം ഈ ഗ്രീനിൽ തന്നെയാണ്, ഗ്രീൻ ടിക്കറ്റ് തന്നെയാണ് വന്നേക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ടൈപ്പിലെ യെല്ലോയിലോ അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും കളറിൽ കണ്ടു കഴിഞ്ഞാൽ ഇപ്പുറത്ത് കാണുന്ന ഈ ഒരു ആരോയിൽ, റൈറ്റ് സൈഡിൽ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറേ അധികം നിങ്ങൾക്ക് സെക്യൂരിറ്റി ആയിട്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. മുകളിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. സെക്യൂരിറ്റിയിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെക്യൂരിറ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഫോണിൽ സെക്യൂരിറ്റി ആഡ് ചെയ്തിരിക്കുന്നത്, ഗൂഗിൾ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ റിക്കവറി ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കുറേ അധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ എല്ലാം സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെറ്റിങ്സുകൾ നമ്മൾ എനേബിൾ ചെയ്യുന്ന ഏരിയയാണ്. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചാനലിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഏതെങ്കിലും സെറ്റിങ്സ് ആവശ്യമുണ്ടെങ്കിൽ ഈ സെറ്റിങ്സിൻ്റെ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ടാവും. ഓക്കെ ആക്കിയിട്ടില്ലാത്തവർ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിനായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവുകൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം. ഇതിൽ നമുക്ക് ഫൈൻഡ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഡ്രൈവുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫോണല്ലാതെ മറ്റേതെങ്കിലും ഫോണുകൾ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ഒഴിവാക്കി കളയാം. നമുക്ക് ലോഗൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പാസ്വേഡ് എടുക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് മാനേജർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഞാനിപ്പോൾ ഇത്ര അധികം അക്കൗണ്ടുകളാണ് ഇതിനകത്ത് ജസ്റ്റ് ഉപയോഗിക്കുന്നത്. ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫോണായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് അക്കൗണ്ടുകളില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര അക്കൗണ്ടുകളുണ്ടോ അത്ര അക്കൗണ്ടുകൾ ഇവിടെ കാണിക്കും. നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓഫർ സേവ് ടു പാസ്വേഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പാസ്വേഡുകൾ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം നിങ്ങളുടെ പാസ്വേഡുകളെല്ലാം ഗൂഗിളിൽ സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓഫർ ടു സേവ് പാസ്വേഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ജസ്റ്റ് എനേബിൾ ചെയ്ത് വെക്കണം. ഇത് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ടും ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡുകൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യാനായിട്ടും സാധിക്കും. ഞാനിവിടെ ജസ്റ്റ് മാനേജ് യുവർ പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കും. ഇവിടെ ഫേസ്ബുക്കിൻ്റെയോ ഇൻസ്റ്റയുടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ആപ്ലിക്കേഷൻ്റെ പാസ്വേഡാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഫേസ്ബുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. ജസ്റ്റ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പാസ്വേഡ് കൊടുത്തുകൊണ്ടോ ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള ഒരു ഓപ്ഷനാണ് എനേബിൾ ആയിട്ട് വരുന്നത്. നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ നെയിം ഏതാണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ആ നെയിം, അതിൻ്റെ താഴെ നിങ്ങൾക്ക് കുറേ അധികം ഡോട്ടുകൾ വന്നിരിക്കുന്നത് കാണാം. ആ ഡോട്ടിൻ്റെ സൈഡിലായിട്ടൊരു ഐ ബട്ടൺ വന്നിരിക്കുന്നതാണ്, ഒരു കണ്ണിൻ്റെ സിമ്പിൾ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഏതാണോ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ആ പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആ പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ നിന്നും കോപ്പി ചെയ്തുകൊണ്ട് പോയി മറന്നുപോയത് നിങ്ങൾക്ക് ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ കൊണ്ടുപോയി നിങ്ങളുടെ പേരിന് താഴെ പാസ്വേഡ് കൊടുക്കേണ്ടടുത്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറയും. അങ്ങനെ നിങ്ങൾ റിക്കവർ ആയിട്ട് ഒന്നുകൂടെ ഈ ഒരു പാസ്വേഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 തവണ പേസ്റ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.
നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമൻറ്റ് ലൈക്കും ഒക്കെയാണ് നമുക്ക് ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് പ്രചോദനമാകുന്നത്. വീണ്ടും നല്ലൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ, സീ യു.